നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.ബി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിഡ്നി രോഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് ബ്രെയിനാണ്. ബ്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഹാർട്ടാണ്, അത് കഴിഞ്ഞാൽ ലിവറാണ്, അത് കഴിഞ്ഞാൽ കിഡ്നി. ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ എല്ലാ അവയവവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതായത് ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്കിന്നാണ്. സ്കിന്നില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല. പിന്നെ കിഡ്നി ഇല്ലാതെ 2 കിഡ്നി നമുക്ക് തന്നിട്ടുണ്ട് പ്രകൃതി അല്ലെങ്കിൽ ദൈവം. അപ്പോൾ അത് പെയർ പാർട്സാണ്. അപ്പം ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് പ്രവർത്തനം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കണ്ണ്, ഒരു കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു പെയർ പാർട്സ് പോലെ 2 തന്നിരിക്കുന്നതിനാണ്. അതുപോലെ തന്നെ ചെവി, ഒരു ചെവി കേട്ടില്ലെങ്കിലും മറ്റേ ചെവി നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ മണം, ഒരു മൂക്ക് മണം അറിഞ്ഞില്ലെങ്കിൽ തന്നെയും മറ്റേ ചെവി കൂടെ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് പെയർ പാർട്സ് ഉള്ളതുണ്ട്. അതുപോലെ പെയർ പാർട്സ് ഇല്ലാത്തതാണ് ഹൃദയത്തിന് വേറെ പെയർ പാർട്സ് ഇല്ല, പിന്നെ ബ്രെയിന് വേറെ പെയർ പാർട്സ് ഇല്ല. അപ്പോൾ കിഡ്നിക്ക് നമുക്കൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിഡ്നി മതിയാവും നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. 2 കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട്, 2 തന്നെ വേണം. അപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, ഒന്ന്, ആരും അത്ര പ്രാധാന്യം കൊടുക്കാത്തതാണ് വെള്ളം. നമ്മുടെ ബോഡി ഫങ്ഷന് ഒരു ദിവസം വേണ്ടത് ഈ 3 തൊട്ട് അല്ലെങ്കിൽ 4 ലിറ്റർ വരെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ഗ്ലാസ് വെള്ളം. അത് വെള്ളമെന്ന് പറയുമ്പോൾ ശുദ്ധവെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശുദ്ധവെള്ളം നമുക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കിണർ വെള്ളമായാലും പൈപ്പ് വെള്ളമായാലും ഇതെല്ലാം കണ്ടാമിനേഷനാണ്. അപ്പോൾ പിന്നെ ക്ലോറിനേറ്റഡ് വാട്ടറാണ് എല്ലാ സിറ്റികളിലും സപ്ലൈ ചെയ്യുന്നത്, വാട്ടർ സപ്ലൈ. പിന്നെ നമ്മൾ കിണർ വെള്ളമെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ശുദ്ധ ജലമായിരുന്നു, ഇപ്പോൾ അത് കിട്ടാനില്ല. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ ഈ കർഷകർക്ക് മാക്സിമം പെസ്റ്റിസൈഡ്സും പിന്നെ രാസവളങ്ങളുമാണ് കൃഷിക്കെല്ലാം ഉപയോഗിക്കുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കിണറിൽ വരും. അപ്പോൾ അതങ്ങനെയായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാട്ടിനകത്താണ് കിട്ടുന്നത്. കാട്ടിനകത്ത് പോയി നമുക്ക് വെള്ളം എടുക്കാൻ ഒക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ അരുവികളൊക്കെ നല്ലതായിരുന്നു. ഇപ്പോൾ അരുവികളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അതിന് ശുദ്ധ ജലത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, പിന്നെ നമ്മുടെ പറ്റുമെങ്കിൽ ഒരു നല്ല ഫിൽറ്റർ വാങ്ങിക്കുക. നല്ല ഫിൽറ്റർ പറയാം, എല്ലാ ആളുകൾ കൊണ്ടൊന്നും സാധിക്കത്തില്ല. നല്ല ഫിൽറ്ററിനൊരു 15,000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അത് എളുപ്പം നടക്കുന്ന കേസല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ വെള്ളം തിളപ്പിക്കുകയെങ്കിലും ചെയ്യണം. തിളപ്പിച്ച് ആറിച്ച് കുടിക്കണം. അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രോഗാണുക്കളൊക്കെ പോകും. പക്ഷേ കെമിക്കലെല്ലാം ആ വെള്ളത്തിൽ തന്നെ കാണും. അപ്പോൾ കെമിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ തന്നെ വേണം. പിന്നെ ഫിൽറ്റർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ കളിപ്പിക്കലാണ്. അതിനൊന്നും വലിയൊരു പ്രയോജനവും ഇല്ല. ആരും അത് ഫിൽറ്റർ ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു വെള്ളം നമുക്ക് അടച്ചു തരും. അതുപോലെ കുപ്പിവെള്ളം നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ജോലി സ്ഥലത്ത് തന്നെ കുടിക്കാനോ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന് തന്നെ വെള്ളം തിളപ്പിച്ചാൽ അതാണ് എളുപ്പ വഴി. പിന്നെ ഇത്രയും പ്രധാനമായിട്ടൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ നമ്മൾ നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലമാണ്. കിഡ്നിയുടെ നോക്കേണ്ട പ്രധാന കാരണം, കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ഫിൽറ്ററാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം വൻകുടലിൽ പോയിട്ട് കിഡ്നി വഴി അത് ശുദ്ധീകരിച്ചിട്ടാണ് രക്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കിഡ്നിയുടെ പ്രാധാന്യം അതാണ്. അപ്പോൾ ഇത് കിഡ്നിക്ക് ജോലി എന്ന് പറയുന്നത് ഫിൽറ്ററിങ് ആണ്. അപ്പോൾ ഈ നല്ല വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് ഫിൽറ്റർ ചെയ്യണം, വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് തന്നെ കിഡ്നി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കെമിക്കൽ വെള്ളത്തിൽ നിന്ന് കിഡ്നി ഡാമേജ് ആവാം. പിന്നെ കിഡ്നിക്ക് വരാവുന്നത് ഇൻഫെക്ഷൻസ്. ആ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ വേണ്ടത്ര വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ
യൂറിനറി ട്രാക്ട് ഒരു രോഗാണുക്കളുണ്ടാവും. അപ്പോൾ ഈ രോഗാണുക്കൾ നേരെ നമ്മുടെ കിഡ്നിയിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ ചില മെഡിസിൻസ് നേരത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാൽസ്യം ടാബ്ലറ്റ് ഈ വൈറ്റമിൻ K2 ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിഡ്നിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ കല്ലുണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താണ് അതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ്? അത് സർജറി, അതല്ലെങ്കിൽ ലേസർ കൊണ്ട് ആ കല്ലിനെ പൊട്ടിച്ച് കളയുക. പക്ഷേ ഇതിന് നാച്ചുറലായിട്ടുള്ളതുണ്ട്, അത് ഞാൻ പറയാം. കിഡ്നിക്ക് നാച്ചുറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറലായിട്ട് തന്നെ കിഡ്നിക്ക് അതിൻ്റെ നമ്മൾ ഈ പല മെഡിസിൻസ് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഫിൽട്ടർ ചെയ്യേണ്ട കിഡ്നിയാണ്. നമ്മൾ ഏത് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയും, ഇപ്പോൾ ഉദാഹരണം പാരാസെറ്റമോൾ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവറിനെ ബാക്കി എല്ലാ അവയവത്തിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ കിഡ്നിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിൽട്ടറിങ് ഓർഗൻ, അത് ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ ഓർഗൻ. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം കിഡ്നിക്കുണ്ടെന്ന് ആലോചിച്ചോണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിഡ്നി മതി, എന്നാൽ തന്നെ നമ്മൾ ഇതുപോലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 കിഡ്നിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണം ഇപ്പോൾ നടുവേദനയൊക്കെ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 കിഡ്നിയിലും കല്ല് കാണിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും, ഒന്നിൽ കുറവായിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നാലും ആ ബോഡിയിൽ കാണിക്കും. അപ്പോൾ അതിന് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ തന്നെ ഒരുപാട് ഗുളികകൾ നമുക്കതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഹോമിയോപ്പതിക് മെഡിസിനിലും ഉണ്ട്, ആയുർവേദത്തിലും ഉണ്ട്. ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ചതുകൊണ്ടാണ് ഇതിനെ പറ്റി ഓരോന്നായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ 1-2 ഒറ്റമൂലികളുടെ പറഞ്ഞുതരാം. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണം നമ്മുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പിണ്ടി ഉണ്ടല്ലോ, ഈ പിണ്ടി കിഡ്നി പേഷ്യൻറ്റിന്